നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി.വി. അൻവർ കത്തയച്ചു. തെരഞ്ഞെടുപ്പ് നടക്കാത്തത് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടത്തിയില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ കത്തിൽ പറയുന്നു. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും മുന്നണിക്കുള്ളിൽ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ സജീവമാണ്. അതിനിടയിലാണ് അൻവറിന്റെ കത്ത്. എന്താണ് ഈ കത്തിന്റെ ഉള്ളടക്കം? തീർച്ചയായും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിലാണ് മുൻ MLA എന്ന നിലയിൽ പി.വി. അൻവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിലാണ് വേഗത്തിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യം പി.വി. അൻവർ ഉന്നയിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിലാണ് താൻ രാജിവെച്ചത് എന്ന് പി.വി. അൻവർ ഈ കത്തിൽ പറയുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന്റെ പുറത്ത് ജനങ്ങളുടെ കൂടി ഒരു ആവശ്യത്തിന്റെ പുറത്താണ് താൻ രാജിവെച്ചത് എന്നാണ് കത്തിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പ് നടക്കാത്തതും ജനപ്രതിനിധി ഇല്ലാത്തതും നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ചില നിയമവശങ്ങൾ കൂടി പി.വി. അൻവർ ഈ കത്തിൽ പറയുന്നുണ്ട്. അതായത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു ജനപ്രതിനിധിയുടെ ഒഴിവ് വന്നാൽ അവിടെ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം. ഇതനുസരിച്ച് എത്രയും പെട്ടെന്ന് കഴിയാവുന്ന അത്ര വേഗത്തിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്ന് പി.വി. അൻവർ ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം ഹൈക്കോടതിയെ സമീപിക്കും എന്നുകൂടിയാണ് പി.വി. അൻവർ പറയുന്നത്. നിലമ്പൂരിൽ ഇന്നോ നാളെയോ ഒക്കെയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നാളുകളായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് പി.വി. അൻവർ തന്നെ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ ലെറ്റർ ഹെഡിലാണ് ഈ കത്ത് എന്നതും ശ്രദ്ധേയമായി കാണണം. ശരി, മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.